Hi all, welcome to Competitive Cracker. സെറ്റ് ഫിസിക്സ് എക്സാം ഈ വരുന്ന ഫെബ്രുവരിയിലാണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങൾ, അതായത് നമുക്ക് ഏകദേശം ഒരു 2 മാസക്കാലമുണ്ട്. അപ്പോൾ ഈ 60 ദിവസങ്ങൾ എങ്ങനെ നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകണം. അതായത് ഈ മൊത്തം സെറ്റ് ഫിസിക്സിന്റെ സിലബസ് എന്ന് പറയുന്ന അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ആ സിലബസിനെ എങ്ങനെ 60 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കണം. എല്ലാ പോർഷൻസും തന്നെ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കോൺസെപ്റ്റ് പോലും വിടാതെ കവർ ചെയ്താലാണ് നമ്മൾക്ക് എക്സാം വരുമ്പോൾ അതിന്റെ നമ്മൾ വിചാരിക്കാത്ത ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഈ കഴിഞ്ഞ ഒരു എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടത്. അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും തന്നെ നമ്മൾ കവർ ചെയ്ത് പഠിക്കണം. അപ്പോൾ സെറ്റ് ഫിസിക്സിന്റെ 60 ഡേ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം, നമ്മൾ ഓരോ ദിവസങ്ങളും എത്ര ടോപ്പിക്കുകൾ വെച്ച് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ എന്താണ് സെറ്റ് ഫിസിക്സിന്റെ ഒരു സിലബസ്, ഒരു ഓവറോൾ സിലബസ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞ് 2 എക്സാമുകളാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തുന്നത്. ഒരു പേപ്പർ 1, അതായത് പേപ്പർ ഫസ്റ്റിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് പാർട്ട് ജനറൽ നോളേജും പ്ലസ് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്, അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മൾ ബി.എഡിന് പഠിച്ച കാര്യങ്ങൾ, അതൊക്കെയാണ് പേപ്പർ 1 ചോദിക്കുന്നത്. രണ്ടിനും കൂടെ ടോട്ടൽ ഒരു 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 മാർക്ക് വെച്ചിട്ടാണ് രണ്ടിന്റെയും 2 പോർഷൻസിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അങ്ങനെ ടോട്ടൽ മാർക്സ് 120 ആയിരിക്കും. 2 hours ആണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പൊ പാർട്ട് 1 അല്ലെങ്കിൽ പേപ്പർ 1ന്റെ ടോട്ടൽ മാർക്സ് 120 ആണ്. 1 മാർക്കാണ് ഇതിന് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. 2 hours ആണ് ഡ്യൂറേഷൻ. നെക്സ്റ്റ് വൺ പേപ്പർ 2 ആണ്. അതായത് സബ്ജക്ട് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പേപ്പർ 2 ചോദിക്കുന്നത്. പേപ്പർ 2 ഫിസിക്സിലാവുമ്പോൾ നമുക്കറിയാം 9 പേപ്പേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫിസിക്സിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൽ നിന്ന് 120 ക്വസ്റ്റ്യൻസും ഫിസിക്സ് തന്നെയായിരിക്കും. അതിനും 1 മാർക്ക് വെച്ചിട്ടാണ്. പിന്നെ ടോട്ടൽ മാർക്സ് അപ്പോൾ വീണ്ടും 120 തന്നെയാണ്. 2 hours ഡ്യൂറേഷൻ തന്നെയാണ് പേപ്പർ 2 വരുന്നത്. അങ്ങനെ 120 + 120 നമുക്ക് 240 മാർക്സിനാണ് സെറ്റ് ഫിസിക്സിന്റെ ടോട്ടൽ മാർക്സ് വരുന്നത്. നമ്മൾ ഇതിൽ അഗ്രിഗേറ്റ് ആയിട്ട് നമുക്ക് ഇത്ര ശതമാനം വേണം, അല്ലെങ്കിൽ പേപ്പർ 1 ഇത്ര ഇൻഡിവിജ്വലി ഇത്ര ശതമാനം വേണം. അങ്ങനെ നമ്മുടെ കാറ്റഗറി അനുസരിച്ച് ഈ ഒരു ശതമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത് ഒരു ഓവറോൾ ഒരു സിലബസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്കപ്പോ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഫിസിക്സ് സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ എത്ര പേപ്പേഴ്സ് ഉണ്ട്? 9 പേപ്പേഴ്സ് ആണുള്ളത്. ഈ 9 പേപ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായ ഒത്തിരി ടോപ്പിക്കുകൾ ഉണ്ട്, അല്ലെ? നെറ്റ് ഫിസിക്സിന്റെ അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല സെറ്റ് ഫിസിക്സ്. സിലബസും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ പേപ്പേഴ്സ് എല്ലാം നെറ്റിലും സെറ്റിലും ഒരേ പേപ്പേഴ്സ് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ അതിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ സെറ്റിൽ കുറച്ച് കുറവായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ സെറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. അതായത് ഫെബ്രുവരിയിലെ എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം കൂടിയാണ്. അപ്പോൾ ഈ ഇത്രയും പോർഷനിൽ നിന്നുള്ള സിലബസ്, ഇത്രയും പോർഷനിൽ നിന്നുള്ള ടോപ്പിക്കുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. അതിനായിട്ട് നമ്മളൊരു 60 ഡേ സ്റ്റഡി പ്ലാൻ വെക്കുന്നുണ്ട്. അതിലെ ഏകദേശം ഒരു ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ മാത്രമാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇത് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, നമുക്കറിയാം ഫസ്റ്റ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ പല മാത്തമാറ്റിക്കൽ ടൂൾസുകളും നമ്മൾ ഈ ഓരോ പേപ്പേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഫസ്റ്റ്ലി നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് മാത്തമാറ്റിക്കൽ ഫിസിക്സിനാണ്. ദെൻ ക്ലാസിക്കൽ, ക്വാണ്ടം, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതില് തമ്മിൽ കുറച്ച് ഇമ്പോർട്ടൻസ് നമുക്ക് കുറവെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഇലക്ട്രോണിക്സ്, സോളിഡ് സ്റ്റേറ്റിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ലാഗ് വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പേപ്പേഴ്സ് ആണ് മാത്തമാറ്റിക്കൽ. അതെന്തായാലും എല്ലാം തന്നെ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പേപ്പറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കൽ എങ്ങനെയാണ്, ഞാനൊരു ഫസ്റ്റ് വീക്കിൽ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ, നമ്മൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓരോ ദിവസം ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. ഡേ 1 നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്ടർ ഓൾജിബ്ര ആൻഡ് വെക്ടർ കാൽക്കുലസ് ആണ്, അല്ലെ? വെക്ടേഴ്സ്, അതിന്റെ വെക്ടർ അഡീഷൻ, വെക്ടർ കാൽക്കുലസ്, അല്ലെങ്കിൽ ലീനിയർ ഓൾജിബ്ര, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ഒരു പോർഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡേ കവർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡേ 2 വെക്ടർ കാൽക്കുലസിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. ഈ ഓരോ ടോപ്പിക്കുകളിൽ നിന്നുള്ള വളരെ വിശദമായിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതും നമ്മൾ ഓരോ ഡേക്ക് വെച്ചിട്ട്, ഓരോ ഡേക്ക് വേണ്ടിയിട്ട്
നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തിരിച്ച് ഇത്ര വീഡിയോസ് ഡെയിലി അസൈൻ ചെയ്യും. അത്രയും വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് ഏകദേശം ക്ലിയർ ആവും. എന്നിട്ട് അതിൽ നിന്നുള്ള കുറച്ച് വർക്ക്ഔട്ട് പ്രോബ്ലംസും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് തറവായി. അങ്ങനെ ഓരോ ഡേയിലും ഓരോ ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഡേ 3 കോംപ്ലക്സ് അനാലിസിസ്, ഇതിൽ നിന്ന് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോംപ്ലക്സ് അനാലിസിസ് തമ്മിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സെറ്റ് ഫിസിക്സ് എക്സാമിന്. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രിക്ക്, നിങ്ങൾ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ കറക്റ്റായിട്ട്, കോൺസെപ്റ്റ് കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസ് ഉണ്ട്. പിന്നെ ഡേ 4 നമുക്ക് ലീനിയർ ഓൾജിബ്ര, അതിലാണ് മെട്രീസസ്, പിന്നെ ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ്. വളരെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണല്ലേ മെട്രീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടെ ഒരു ഹാൻഡിൽ ചെയ്യേണ്ട ടോപ്പിക്കും കൂടിയാണ് മെട്രീസസ്. ഒരു നെഗറ്റീവ് സൈനോ ഒരു പോസിറ്റീവ് സൈനോ ഒന്നും അങ്ങോട്ട് മാറാതെ കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും മെട്രീസിന്റെ ഈഗൻ വാല്യൂയിൽ എപ്പോഴും നമുക്ക് കറക്ഷൻസ് വരുന്നതാണ്, എപ്പോഴും അതിന്റെ മിസ്റ്റേക്കുകൾ വരുന്നതാണ് അല്ലെ. ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും മിസ്റ്റേക്ക് വരും. അപ്പോൾ ഈ ഒരു മെട്രീസസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഒത്തിരി ഡിറ്റർമിനന്റിന്റെയും അല്ലെങ്കിൽ ഈഗൻ വാല്യൂസിന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ കുറെ ക്ലാസ്സുകളായിട്ട് കണ്ടിട്ടുണ്ട്, കുറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ യൂണിറ്ററി മെട്രീസസ് അല്ലെങ്കിൽ ഹെർമീഷ്യൻ മെട്രിക്സ്, പിന്നെ അല്ലെങ്കിൽ സ്ക്യൂ ഹെർമീഷ്യൻ, ഇങ്ങനെയുള്ളതിന്റെ ഈഗൻ വാല്യൂസ് എന്തായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഡേ 5 വരുമ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നോക്കുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഹോമോജീനിയസ് ഉണ്ട്, നോൺ ഹോമോജീനിയസ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ്പോണൻഷ്യൽ വരുമ്പോൾ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വരുമ്പോൾ ഇത് ഓരോന്നിനും ഓരോ റൂൾ ഉണ്ട്. ഈ റൂളുകളും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു പോർഷനും കവർ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈക്വലി നമ്മൾ ഇതുപോലെ തന്നെ വർക്ക്ഔട്ടുകളും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ പോർഷൻസ് എല്ലാം ക്ലിയർ ആയി. പിന്നെ ഈ ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് ഇത്രയും പോർഷൻസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം നിങ്ങളൊരു 1 hour ഒന്നും ഇരുന്നാൽ പോരാ ഒരു ദിവസം. ഫെബ്രുവരിയിലെ എക്സാം ആണ്. 60 days നമ്മൾ മാക്സിമം പറ്റുന്ന അവേഴ്സ് എല്ലാം ഒരു ദിവസം മാക്സിമം പറ്റുന്ന അവർ നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത്ര അവേഴ്സ് ഒരു ദിവസം പഠിക്കും എന്നുള്ളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് ഡേ 7 ആകുമ്പോൾ റിവിഷൻ ആണ് നമ്മുടെ വരുന്നത്. അപ്പോൾ ആ റിവിഷൻ ടൈമിൽ നിങ്ങൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമായിരിക്കണം ഫോളോ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വരുന്ന 60 day ബാച്ചിൽ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 60 days എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, അതുപോലെ തന്നെ വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ട്, പിന്നെ പ്ലസ് നമുക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. അതായത് 24/7 നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ട്, പിന്നെ ഡെയിലി അസൈൻ ചെയ്യുന്ന റെക്കോർഡഡ് വീഡിയോസ് പ്ലസ് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സസിൽ നമ്മൾ കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും, കണ്ടന്റും പറഞ്ഞു പോകും. പക്ഷെ അതോടൊപ്പം ഒത്തിരി കണ്ടന്റ് പറയാനുള്ള ടൈം നമുക്ക് ചിലപ്പോൾ കിട്ടില്ല ഈ 60 days. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ റെക്കോർഡഡ് കണ്ടിട്ട് ഈ ഒരു ലൈവ് ക്ലാസ്സിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ലൈവ് ക്ലാസ്സിന്റെ ഇടയിലാണെങ്കിൽ പോലും ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ ഒട്ടും തന്നെ മടിയില്ലാത്ത ഫാക്കൽറ്റീസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വരുന്ന സെറ്റ് ഫിസിക്സ് എക്സാം നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ ഇതിൽ 100% ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണെങ്കിലും ഒത്തിരി ടൈം എഴുതിയിട്ട് കിട്ടാത്തവരും ഉണ്ടാവും. അപ്പൊ എങ്ങനെയുള്ള ആളുകളാണെങ്കിലും ഇനി ഒത്തിരി ഗ്യാപ്പ് വന്നവരുണ്ടാവും, PG കഴിഞ്ഞ് ഒത്തിരി നാള് ഗ്യാപ്പ് വന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏതൊരു സ്റ്റുഡന്റിനാണെങ്കിലും എല്ലാവർക്കും പറ്റുന്ന പോലെയുള്ള, എല്ലാവർക്കും ഒരുപോലെ
യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ലൈവ് ക്ലാസ്സസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം നോട്ട്സുകളും പിന്നെ പ്ലസ് ഇത്രയും കാര്യങ്ങൾ, അതായത് റെക്കോർഡഡ് വീക്ക്ലി ടെസ്റ്റുകളുണ്ട്. പിന്നെ ഈ ഒരു വർക്ക്ഔട്ട് സെക്ഷൻസ് കൂടാതെ എല്ലാ വീക്ക്ലിയും നിങ്ങൾക്ക് ഒരു റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ റിവിഷൻ ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, എത്രത്തോളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഈ ഒരാഴ്ചത്തെ ഞങ്ങളെടുത്ത് ഈ പോർഷൻസ് ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ, അതെല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നത് നിങ്ങൾ ആ എക്സാം എഴുതുമ്പോഴാണ്. അതുപോലെ തന്നെ മന്ത്ലി എക്സാമും ഉണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മോഡൽ എക്സാംസുകൾ നമ്മൾ എന്തായാലും അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം. മെയിൻ എക്സാമിന് മുന്നേ ആ ഒരു എക്സാമിനോടുള്ള ഒരു ഫിയർ മാറണമെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് മോഡൽ എക്സാംസ് എഴുതാൻ പറ്റുന്നോ അത്രത്തോളം എഴുതണം. നമുക്ക് ഇവിടെ 4 to 5 മോഡൽ എക്സാംസ് ആണ് നമ്മൾ എക്സാമിന്റെ ആ ഒരു വീക്ക് ആകുമ്പോഴത്തേക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസും കൂടെ കിട്ടുവാണ് അല്ലേ. നിങ്ങൾ അതിൽ മാർക്ക് ഫസ്റ്റ് ആയി അല്ലെങ്കിൽ സെക്കൻഡ് ആയി അങ്ങനെയുള്ളൊരു കാര്യത്തിന്റെ ഉപരി നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു നിങ്ങളുടെ ആ ഒരൊറ്റ ഫിസിക്സ് എക്സാം അല്ലെങ്കിൽ സെറ്റ് ഫിസിക്സ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ 5ഓളം മോഡൽ എക്സാംസ് നടത്തുമ്പോൾ ഈക്വലി നമുക്ക് സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഈക്വലി ജനറൽ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ലഭിക്കുകയാണ്. അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വരുന്ന 60 days എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഈ വരുന്ന 60 days എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗോൾഡൻ ഡേയ്സ് ആണെന്ന് പറയാം. നിങ്ങൾ ഈ കിട്ടുന്ന ദിവസങ്ങളെല്ലാം CC-യോടൊപ്പം ചേർന്ന് പഠിക്കുക. വരുന്ന ഫെബ്രുവരിയിലെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം. അതിനായിട്ട് ഈ കാണുന്ന ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ഓൾവേസ്. താങ്ക് യു ഓൾ.